സംസ്ഥാനത്ത് നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ? സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം പ്രോത്സാഹിപ്പിക്കാനൊരുങ്ങി സർക്കാർ. എന്താണ് ഈ നികുതി കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം? എന്താണ് ഈ പുതിയ പാനീയങ്ങൾ? ബിയറും വൈനും അല്ലാത്ത എന്നാൽ വീര്യം വളരെ കുറഞ്ഞ 0.5% മുതൽ 20% വരെയുള്ള റെഡി ടു ഡ്രിങ്ക് കോക്ടെയിലുകളും കാർഷിക വിളകളിൽ നിന്നുള്ള പുതിയ പാനീയങ്ങളുമാണ് വില കുറഞ്ഞ എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം. ഇതുകൊണ്ടുള്ള വലിയ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. 40% വീര്യമുള്ള വിസ്കിയും ബ്രാൻഡിയും കുടിച്ച് കരൾ തകർക്കുന്നവനെ 5%, 10% മാത്രം വീര്യമുള്ളവയിലേക്ക് ആകർഷിക്കുക. ഇച്ചിരി റെസ്റ്റ്, ഇച്ചിരി സാന്ത്വനം, ഇച്ചിരി സമാധാനം. പണ്ട് വില കുറഞ്ഞ ചാരായം നിരോധിച്ചപ്പോൾ ആളുകൾ കൂടിയ വീര്യമുള്ള വില കൂടിയ വിദേശമദ്യത്തിലേക്ക് പോയ ആ പഴയ തെറ്റ് തിരുത്താനുള്ള ബുദ്ധിയാണിത്. അന്ന് പ്രായോഗികതയില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ ആദർശധീരൻ കേരള മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പരിഷ്കാരം കേരളത്തെ 3%-ൽ നിന്നും 95% ആക്കി മാറ്റി. മറ്റൊന്ന് വ്യാജന മയക്കുമരുന്നിനെ തടയാം. സർക്കാർ തന്നെ വിലയും വീര്യവും കുറഞ്ഞ സുരക്ഷിത പാനീയങ്ങൾ നൽകുമ്പോൾ ആളുകൾ മാരകമായ വ്യാജ ചാരായത്തിലേക്കോ കെമിക്കൽ ലഹരികളിലേക്കോ പോകുന്നത് തടയാം. സാധാരണക്കാരൻ കുറഞ്ഞ വിലയ്ക്ക് മദ്യം കിട്ടുമ്പോൾ കുടുംബത്തിന് സാമ്പത്തിക ആശ്വാസവുമാകും. ഇനി ദോഷവും അതിലെ യാഥാർത്ഥ്യവും ആശങ്കയും. വീര്യം കുറയുമ്പോൾ പുതുതായി സ്ത്രീകളും യുവാക്കളും കുടിച്ചു തുടങ്ങും. മദ്യപാനികൾ കൂടും. ഇനി എന്തുവരാനാണ് സാറേ? കേരളത്തിൽ ലഹരി ഉപയോഗം ഇതിനകം തന്നെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുകയാണ്. കുളം നിറയെ ആളുകൾ മദ്യത്തിലും മാരകമയക്കുമരുന്നിലും മുങ്ങിത്താഴുമ്പോൾ കുളത്തിന്റെ നടുവിലുള്ള താമരപ്പൂവിൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ തണുപടിക്കുമോ എന്ന് ഓർത്ത് കരയുന്ന നേതാക്കളുടെ നിലപാട് വെറും പ്രായോഗികതയില്ലാത്ത ആദർശ പ്രസംഗം മാത്രമാണ്. ചുരുക്കത്തിൽ മദ്യം പൂർണ്ണമായി നിരോധിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ജനങ്ങൾ വ്യാജം കുടിച്ച് ചാവരുതെന്നും മാരക ലഹരിയിലേക്ക് പോകരുതെന്നും കരുതി സർക്കാർ പ്രയോഗിക്കുന്ന ഒരു പ്രായോഗിക പരിഷ്കാരം മാത്രമാകാമിത്. ദോഷം കുറഞ്ഞ വഴിയിലേക്ക് ജനങ്ങളെ മാറ്റാനുള്ള ഒരു ശ്രമം. 1996-ൽ കേരളത്തിൽ ചാരായം നിരോധിച്ചപ്പോൾ അത് കുടിച്ചിരുന്ന സാധാരണക്കാരെ ലഹരിമുക്തരാക്കാൻ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ എന്ന പേരിൽ നിറത്തിലാക്കി. നിറങ്ങൾ കണ്ട് മഞ്ഞളിച്ച ജനം നേരെ പോയത് വീര്യവും വിലയും കൂടിയ വിദേശമദ്യത്തിലേക്കാണ്. അതോടെ കേരളത്തിലെ മദ്യപാനത്തിന്റെ തോത് കൺസംപ്ഷൻ റേറ്റ് കുത്തനെ ഉയരുകയും ചെയ്തു. പ്രായോഗികതയില്ലാത്ത അത്തരം ആദർശ പരിഷ്കാരങ്ങൾ ഒടുവിൽ തുഗ്ലക്ക് പരിഷ്കാരം പോലെ തിരിഞ്ഞുകൊത്തുകയാണ് ചെയ്തത്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ വെറും ആദർശ പ്രസംഗം നടത്തുന്നവർക്ക് മുന്നിൽ പഴയ ആ തെറ്റ് തിരുത്തി ജനങ്ങളെ വീര്യം കുറഞ്ഞ പാനീയങ്ങളിലേക്ക് മാറ്റുക, കേരളത്തെ രക്ഷിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തുഫാൻ എല്ലാം വെറും കോമഡിയല്ലേ സാർ? തോക്കെടുത്ത് ഒന്നിനെയും ഇല്ലാതാക്കാൻ നോക്കരുത്. പകരം ജനം താനെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു പ്രായോഗിക തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത്.